ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ വലിയ തരത്തിലുള്ള പോർമുഖങ്ങളാണ് തുറക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ നിർണായകമാണ്. ബി.ജെ.പി. പുതിയ നയങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ മുൻ മമത സർക്കാരിൻ്റെ നിലപാടുകൾക്ക് നേർഘടക വിരുദ്ധമായ ചില നിലപാടുകളും നീക്കങ്ങളും ഉണ്ടാകുന്നു. പലയിടങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടത്താണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി സന്ദർശനം നടത്തിയത്. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു ആക്രമണം, അവിടെ ആൾക്കൂട്ട ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ മമതാ ബാനർജി ഇന്നലെ സ്വകാര്യ ആശുപത്രി സിഇഒയെ ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ടായി. അതിൽ വലിയ വിവാദവും ഉയരുന്നുണ്ട്. ബി.ജെ.പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വകാര്യ ആശുപത്രി അഭിഷേക് ബാനർജിക്ക് ചികിത്സ നിഷേധിച്ചെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. ബി.ജെ.പി. അധികാരത്തിൽ നിന്ന് പോകുമെന്നും അപ്പോൾ കാണിച്ചു തരാമെന്നുമായിരുന്നു മമതാ ബാനർജിയുടെ വെല്ലുവിളി. ആദ്യം നമുക്ക് ഇന്നലെ അഭിഷേക് ബാനർജിക്ക് നേരിടേണ്ടി വന്ന ആൾക്കൂട്ട ആക്രമണം. മമതാ ബാനർജിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട അഭിഷേക് ബാനർജിയാണ്. അദ്ദേഹത്തിനാണ് ഈ തരത്തിലൊരു വലിയ നീക്കമുണ്ടാകുന്നത്. അഭിഷേക് ബാനർജിക്ക് എതിരെ ആക്രമണം ഉണ്ടായതോടുകൂടി മമതാ ബാനർജി അതിശക്തമായി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിലെത്തി. അഭിഷേകിനെതിരെ അദ്ദേഹത്തിന് ചികിത്സ പോലും നൽകാത്ത നീക്കമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം മമതാ ബാനർജി ആശുപത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. മമതയുടെ വാക്കുകൾ. अरे यार 2 मिनट धरा बिजी আছে You forcefully mistreated. You never treated a patient. You should be ashamed for it. Everybody will remember this arrogance. Not come with us. Shame to see you in your face. You are running the hospital, taking the doctors because BJP is in power. Tomorrow if their central government is not there, then you will take care. For your health, you should be safe and sound. ബംഗാളിലെ ഈ പുതിയ സംഭവവികാസങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് പുതിയൊരു സാധ്യത തുറക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, തൽക്കാലം ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒരു അകൽച്ച പാലിച്ച നേതാവായിരുന്നു മമതാ ബാനർജി. പക്ഷേ മമതയുമായി കൂടുതൽ അടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം. അഭിഷേക് ബാനർജിക്ക് ഹൈദരാബാദിൽ ചികിത്സ നൽകാമെന്ന ഓഫർ ഇന്നലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു എന്ന കാര്യം മമത തന്നെയാണ് വെളിപ്പെടുത്തിയത്. देखिए, राहुल गांधी ने मेरे को फोन किया था. उन्होंने कहा दीदी कोई ममता जी कोई ज़रूरत है तो मेरे को बताना तो मैं उसको हैदराबाद में ले जा सकता है और कोई भी जगह पे. ये राहुल जी मेरे को फ़ोन पे बताया. ऑल द लीडर्स आर टॉकिंग एंड आई हैव सीन अखिलेश यादव. आई हैव सीन द ट्वीट ऑफ इंक्लूडिंग Omor, including other political parties also. Kapil Sibal ji, all Venugopal ji, all they have sent their tweets. So I have seen it, but I am told, but that time I was not in a mood to see because we are concerned about his health and his health condition is not that good. तो क्या उनको कहीं बाहर लेकर जाएंगे या और डॉक्टर एडवाइस करेंगे. ये तो अब देखा, सलाइन लेके किसी को पेशेंट को घर ले जा सकता है? ऐसा इनह्यूमन है. അഭിഷേകിനെതിരായ ആക്രമണത്തെ അപലപിച്ച് ഇന്നലെ അഖിലേഷ് യാദവും രംഗത്ത് വന്നിരുന്നു. അതിനിടെ വ്യാജ ഒപ്പ് കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ അഭിഷേക് ബാനർജി ബംഗാൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാളിൽ രൂക്ഷമാകുന്ന ഈ ബി.ജെ.പി. തൃണമൂൽ പോര് രാഷ്ട്രീയ അവസരമാണ് ഇന്ത്യ മുന്നണിക്കും. അത്തരം സാധ്യതകളാണ് കോൺഗ്രസ് നേതാക്കളടക്കം നടത്തുകയും ചെയ്യുന്നത്. 15 വർഷം ഉള്ളിലൊതുക്കിയ രോഷം ജനങ്ങൾ പ്രകടിപ്പിക്കുകയാണെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. മമതയ്ക്കെതിരെ ഇന്നലെ അഭിഷേക് ബാനർജിക്കെതിരായ നീക്കങ്ങളെ ബി.ജെ.പി. കാണുന്നതാണ്. जो हुआ है अभिषेक के साथ वो नहीं होना चाहिए. कानून किसी को हाथ में लेने का अधिकार नहीं है. लेकिन पिछले 15 साल से जनता ने जो भुगत रही थी, एक एक व्यक्ति को सताया गया है. किसी को नहीं छोड़, सबका अधिकार को हरण किया गया है. कानून व्यवस्था नहीं, कुछ सुविधा नहीं.
बस रूट था, रोड बंद कर दिया घर के सामने से 10 साल से, बैरिकेड लगा दिया गया। किसने अधिकार दिया? एक छोटा भी नेता 3-3, 4-4 गाड़ी लेके सिक्योरिटी लेके घूमता है। रास्ता में ट्रैफिक पुलिस नहीं, थाना में पुलिस नहीं है, हर टीएमसी के नेता घर में पुलिस गार्ड है। क्यों? और एक से एक नेता ऐसा जो नेता हो गया एंटी सोशल, वो पैसा उगाना, सिंडिकेट चलाना, कटवानी लेना उनका काम था। इन लोग कभी किसी सज्जन लोगों से नहीं मिले, अपने एमएलए एमपी से मंत्री से नहीं मिलते थे, केवल सिंडिकेट। तो जनता की जो रोष है वो तो कहीं ना कहीं आना चाहिए। जनता कितना खपा हुआ है देखिए, फलता इलेक्शन में अब टीएमसी को 4th पोजीशन मिला है। इशू को देख के समझ जाना चाहिए, काहे रिस्क ले रहे हैं? हीरो बनने क्यों जाते हो भाई, जो जिंदगी में नहीं किया है, रास्ता में कभी कदम नहीं रखा, 22 गाड़ी का कन्वॉय लेके घूमते थे। वो व्यक्ति आज जाके हीरो बनेगा तो हम लोगों का तो बहुत धुनाई हुई थी। आज भी मेरे शरीर में दाग है, मैं कभी दिखाता नहीं किसी को, बड़ा बड़ा ईंटा पत्थर। हमारे राष्ट्रीय मंत्री सम्माननीय नड्डा जी, उनके साथ मैं गाड़ी में था, इन्हीं के 2-2 एमएलए हजारों लोगों को रास्ता में लेके खड़ा था, ईंटा पत्थर मारा, 10 गाड़ियां तोड़ी। जनता ने सब देखा है। मौका ढूंढ रहे थे, आप मौका क्यों दे रहे हैं लोगों को? घर में रहिए ना, शांति से, बहुत कमाया, खाइए, देश विदेश घूमिए। ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം 10-15 വർഷത്തെ രോഷം അവർ പുറത്തെടുത്തു. ഇതാണ് മന്ത്രി ദിലീപ് ഘോഷ്, BJPയുടെ മന്ത്രി, വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ചില തെളിവുകളും കൂടെ പുറത്തുവിടുകയാണ് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ. മഹുവ മൊയ്ത്ര പുറത്തുവിട്ട പോസ്റ്റിൽ ഇന്നലെ അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണം നടത്തിയ ഒരു സ്ത്രീയുടെ ചിത്രവും അവർ BJP നേതാക്കളുമായി അടുത്ത് നിൽക്കുന്ന മുൻകാല ഫോട്ടോകളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഇതാ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അഭിഷേക് ബാനർജിക്ക് നേരെ നടന്ന ആക്രമണമാണ്. ആ ലേഡി തന്നെ, ആ വ്യക്തി തന്നെ അമിത്ഷായെ സ്വീകരിക്കുകയും BJP നേതാക്കളൊക്കെയുള്ള ചിത്രങ്ങളും മഹുവ മൊയ്ത്ത പുറത്തുവിടുന്നുണ്ട്. അതായത് BJP നേതാക്കൾ തന്നെയാണ് കയ്യേറ്റം ചെയ്തത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം, ആരോപണം. അതാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇപ്പോൾ ചർച്ചകൾ നിറയ്ക്കുന്നത്. എന്താണ് ബംഗാൾ സംഭവിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ ഭാവി, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ പ്രതിഫലനം വിശദമായി പരിശോധിക്കാം. VR കാർത്തിക്, ബംഗാൾ ഇങ്ങനെ കലുഷിതമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളും നീക്കങ്ങളുമുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ മുന്നണി ഇതിൽ നടത്താൻ പോകുന്ന നീക്കങ്ങളും പ്രധാനപ്പെട്ടതാണ്. എന്താണ് മമതാ ക്യാമ്പിൻ്റെ നീക്കം, ഒപ്പം BJPയുടെ പ്രതിരോധം എങ്ങനെയാണ്? സജിത്ത്, തൃണമൂൽ കോൺഗ്രസ് നേതാവും MP-യുമായ അഭിഷേക് ബാനർജിക്കെതിരെ കഴിഞ്ഞ ദിവസം സോനാർപൂരിൽ ഉണ്ടായ ആക്രമണം അത് ബംഗാൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ തന്നെ സജീവ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയെയും അവരുടെ പിന്തുണ അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ആണ് ഈ വിഷയത്തിൽ അഭിഷേക് ബാനർജിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തൃണമൂൽ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മമതാ ബാനർജിയെ വിളിച്ചത്. പല വിഷയങ്ങളിലും ഇന്ത്യ സഖ്യം നിലപാടെടുക്കുമ്പോൾ അതിനോട് വ്യത്യസ്ത നിലപാടെടുത്തിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പം ആം ആദ്മി പാർട്ടിയും. ഇത്തരത്തിൽ പല വിഷയങ്ങളിലും വിഭജിച്ച് നിന്ന ഇവർ ഈ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒന്നിച്ച് ചേരുന്നു എന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം സൃഷ്ടിച്ച പ്രതിഫലനം എന്നതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. BJPക്കെതിരായ രാഷ്ട്രീയ ആയുധമാക്കി തൃണമൂൽ കോൺഗ്രസ് അതിനെ മാറ്റുകയും ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകന്റെ കുടുംബാംഗങ്ങളെയും ഒപ്പം പരിക്കേറ്റ പാർട്ടി പ്രവർത്തകരെയും സന്ദർശിക്കാനാണ് സോനാപൂരിൽ ഇന്നലെ അഭിഷേക് ബാനർജി എത്തിയത്. ഇതിനിടെയാണ് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് നേരെ വലിയ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. അദ്ദേഹത്തിന് നേരെ കല്ലേറുണ്ടായി, ഉടുപ്പ് വലിച്ചു കീറി, മുട്ടയെറിഞ്ഞു, കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അഭിഷേക് ബാനർജിക്ക് നേരെയുള്ള ആക്രമണം. ഇത് BJP ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ 15 വർഷമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ പൊറുതി മുട്ടിയ ജനങ്ങൾ അത് അവരുടെ രോഷം പ്രകടമാക്കുകയാണ് ചെയ്തത് എന്നാണ് മന്ത്രി ദിലീപ് ഘോഷ് ഇതിനോട് പ്രതികരിച്ചത്. മാത്രമല്ല, അധികാരത്തിൽ നിന്ന് മാറിയിട്ടും 22 കാറുകളുടെ അകമ്പടിയോടെ ഒരു ഹീറോയെ പോലെ സോനാർപൂരിൽ വന്നിറങ്ങിയ അഭിഷേക് ബാനർജിയെ ജനം രോക്ഷത്തോടെ നേരിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം അത് സജീവ ചർച്ചയായി BJPക്കെതിരെ ആയുധമാക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയ അഭിഷേക് ബാനർജിക്ക് അവിടെ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണവും ഇന്നലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് മമതാ ബാനർജിയുടെ ഒരു
ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് അഭിഷേക് ബാനർജിയെ കാണാനായി ഈ ആശുപത്രിയിലെത്തിയ മമതാ ബാനർജി ആശുപത്രിയുടെ CEO ആയ പ്രദീപിനോട് തട്ടിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മമതയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് BJPക്കെതിരായ രോഷമാണ്. മമത ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ഞങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നു എന്ന് നിങ്ങൾ മറക്കരുത്. മാത്രമല്ല BJP ഒരു ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് അധികാരം കേന്ദ്രത്തിൽ നഷ്ടപ്പെടും. ആ ദിവസം നിങ്ങൾ ഓർത്തു വെച്ചോളൂ, അന്ന് ഇതിനുള്ള മറുപടി ഉണ്ടാകും എന്നുകൂടി ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ മമതാ ബാനർജി പറഞ്ഞു വയ്ക്കുന്നു. ഇത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. മമതയുടെ ഈ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി പ്രചരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ അഭിഷേകിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ വീട്ടിലെത്തിച്ചു. വീട്ടിൽ ചികിത്സ നൽകുകയാണ്. ഒപ്പം തന്നെ മമത പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി സർക്കാരും ഈ ആശുപത്രി അധികൃതരും ആയിരിക്കുമെന്ന് കൂടി മമത പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഒരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ തൃണമൂലും ഒപ്പം തന്നെ BJPയും നേർക്കുനേർ തെരഞ്ഞെടുപ്പിന് ശേഷവും BJP അധികാരത്തിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷവും ശക്തമായി ബംഗാളിലെ ഓരോ ഓരോ ജില്ലകളിലും അവർ എതിർചേരിയിൽ ശക്തമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഒപ്പം വരും ദിവസങ്ങളിൽ ഇത് ദേശീയ തലത്തിൽ വലിയ ചലനങ്ങൾക്കും പ്രതിഫലനങ്ങൾക്കും വഴിവെക്കും. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി മമതാ ബാനർജിയെ ഫോണിൽ വിളിച്ചു. ഏതെങ്കിലും തരത്തിൽ ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഹൈദരാബാദിൽ അതിനുള്ള സൗകര്യം ഒരുക്കാം എന്നുകൂടി രാഹുൽ ഗാന്ധി അറിയിക്കുകയായിരുന്നു. ഇത് മമത തന്നെ പരസ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ സഖ്യം BJP ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണമായി കഴിഞ്ഞ ദിവസം സോനാർപൂരിലുണ്ടായ ആക്രമണത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുന്നു. ഇത് വലിയ പ്രതികരണങ്ങൾക്ക്, ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. എന്തായാലും സമാജ്വാദി പാർട്ടി, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികളിലെ വിവിധ നേതാക്കൾ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. ബംഗാൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി ഇതിനെ മാറ്റാനാണ് ഇന്ത്യ സഖ്യവും ശ്രമിക്കുന്നത്. MP-മാർക്ക് പോലും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിലേക്ക് ബംഗാൾ എത്തിക്കഴിഞ്ഞു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആക്രമണം എന്നായിരുന്നു അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം. ശക്തമായ പ്രതിപക്ഷം ഉള്ള ഇടങ്ങളിൽ BJP എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം പ്രവണതകൾ കാണിക്കാറുണ്ടെന്നും ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട് എന്നുമായിരുന്നു AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം. അങ്ങനെ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾ രംഗത്ത് വരുന്നു. അതേസമയം BJP ഈ വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നു. 15 വർഷത്തെ ദുർഭരണത്തിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നതെന്നും പൊതുജനങ്ങൾ തെരുവിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ നേരിടുന്നത് അതുകൊണ്ടാണ് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ്. സുജിത്ത്, ബംഗാളിലെ സാഹചര്യം അതാണ്. കാർത്തിക് വിശദമായി വ്യക്തമാക്കിയതുപോലെ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ തരത്തിലുണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആ പ്രതിഫലനം ഏത് രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM ഒരു വശത്തുണ്ട്. ഇന്ത്യ മുന്നണിയിൽ CPM ഭാഗമാണെങ്കിൽ കൂടിയും തൽക്കാലം ഇതിൽ വളരെ കരുതലുള്ള നിലപാട് CPM എടുക്കുന്നു. ഇടതു പാർട്ടികൾക്ക് പ്രത്യേകിച്ച്, കാരണം അവർക്ക് തിരിച്ചുവരവിൻ്റെ ചില സൂചനകൾ ബംഗാളിൽ ഉണ്ടായി എന്നൊരു ആത്മവിശ്വാസം പൊതുവിലുണ്ടാകുന്നുണ്ട്. BJP അവർക്ക് ആ തരത്തിലുള്ളൊരു സ്പേസ് അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലുണ്ടാകുന്ന തുടർ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. അപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയത്തിന് ദേശീയ പ്രാധാന്യമേറെയാണ്. അവിടെ സംഭവിക്കുന്ന ഓരോ നീക്കങ്ങൾക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യ മുന്നണിയുമായും കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് അവിടെ പ്രതിഫലിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.